ചേട്ടൻ ആന്ന് കാണിച്ച്. ആ ചേട്ടാ ഒന്ന് കുനിഞ്ഞേ. ഇപ്പോഴും മരം പിടിക്കാൻ പോകുന്നുണ്ടല്ലേ? റെസ്റ്റ് വേണ്ട സമയത്ത് ശരീരത്തിന് റെസ്റ്റ് കൊടുത്തേ മതിയാവും. അങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പൊ പണിക്ക് പോകുന്നില്ല ഡോക്ടറെ. കൃത്യമായിട്ട് പഥ്യം നോക്കണം. കടിവസ്തി എന്നൊരു ചികിത്സയുണ്ട്, നടുവേദനയ്ക്ക് ഉത്തമോ. പക്ഷെ പഥ്യത്തിലോ റെസ്റ്റ് എടുക്കുന്നതിലോ മുടക്കമുണ്ടായ ചികിത്സ കൊണ്ട് ഒരു ഫലം ഉണ്ടാവാൻ പോകുന്നില്ല. ശരി ഡോക്ടറെ. നിഷ്ഠയോടുകൂടിയുള്ള ഔഷധ സേവ ഉണ്ടാവണം. കൂടുതൽ കാര്യങ്ങൾ വേറൊരു പറഞ്ഞുതരും. അകത്തേക്ക് ചെന്നോളൂ. ഓ, അടുത്തയാൾ വന്നോളൂ. ഇരുന്നോളൂ. കൈയൊന്ന് നീട്ടു. പറയൂ, എന്താ കുട്ടിയുടെ രോഗം? ഓ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല ഡോക്ടർ. ഞാനിവിടേക്ക് വന്നപ്പോ ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പൊ പിന്നെ അതൊക്കെ കണ്ടൊന്ന് മനസ്സിലാക്കാന്ന് കരുതി. അത് ശരി. ഞങ്ങളുടെ ചികിത്സാ രീതികളൊക്കെ കണ്ടുപഠിച്ച് പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള പദ്ധതിയാണല്ലേ? സ്വാതിയുടെ ചികിത്സാ വിധികൾ കൂടുതലും അകത്തളത്തിലായത് നന്നായി. അല്ല, ഇന്ന് പതിവില്ലാതെ വളരെ സന്തോഷത്തിലാണല്ലോ. ഇടയ്ക്ക് കൈവിട്ടു പോയത് എന്തൊക്കെയോ തിരിച്ചു വന്നതുപോലെ. എന്റെ സന്തോഷത്തിന്റെ കാരണത്തിൽ ഒരാൾ നിങ്ങളും കൂടിയാ. നിങ്ങൾ മാത്രല്ല, ഇവിടുത്തെ തിരുമേനിയും പെരുവണ്ണാപുരത്തമ്മയും സാക്ഷാൽ മഹാദേവനും ഇവരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നപ്പോഴാ ആ ശക്തിയുടെ പിൻബലത്തിൽ എന്റെ ചേച്ചിയുടെ ജീവിതത്തിന് ഒരു പിൻബലം കൈവന്നത്. ആഹാ, അങ്ങനെ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്കും ദൈവത്തിനുമായിട്ട് വീതിച്ചു നൽകണ്ട. സ്വന്തം ജീവിതം പോലും ചേച്ചിക്കായി മാറ്റിവെച്ച് മടങ്ങി വരുന്ന ഒരു ഉറപ്പുമില്ലാത്ത ശിവക്കാട്ടിലേക്ക് അഖണ്ഡ ജ്യോതിയുമായി പോയ തന്റെ പ്രവൃത്തിയുമായിട്ട് ഞങ്ങളെ തുലനം ചെയ്യാൻ പോലും പറ്റില്ല. ഇക്കാര്യത്തിൽ തന്റെ പ്രവൃത്തിയോളം വലുതല്ല മറ്റൊന്നും. ചേച്ചിക്ക് വേണ്ടി മാത്രം ജീവിച്ചു തീർത്താൽ മതിയോ? സ്വന്തം ജീവിതം കൂടി നോക്കണ്ടേ? തന്റെ ജീവിതത്തെക്കുറിച്ച് മുത്തശ്ശൻ വിശദമായി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ സ്വന്തം ജീവിതം മറന്നു പോരുത്. താലി കെട്ടിയ പുരുഷനൊത്ത് താൻ ഇനി സന്തോഷത്തോടെ ജീവിക്കണം. മുത്തശ്ശന്റെ അഭിപ്രായം ആ ആള് വലിയ ഭാഗ്യം ചെയ്ത ആളാണെന്നാ. ഞാനിപ്പോ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ മനസ്സിൽ എന്റെ ചേച്ചിയുടെ ജീവിതം മാത്രമേ ഉള്ളൂ. എന്റെ ചേച്ചി പഴയതുപോലെ എഴുന്നേറ്റ് നടക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹമായിട്ടുള്ള വിവാഹം നടക്കണം. അതിലും വലുതായി മറ്റൊരു ഭാഗ്യമോ സന്തോഷമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കാൻ ഇനി എത്ര ദിവസം കൂടെ വേണ്ടിവരും? അതുകൂടി അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിപ്പോ കൃത്യമായിട്ടൊരു സമയം നിശ്ചയിക്കാൻ കഴിയില്ല. ഏതായാലും തന്റെ ചേച്ചിയുടെ കഴുത്തിൽ താൻ ആഗ്രഹിച്ച പോലെ താലി കെട്ടുന്നത് സഞ്ജു ആയിരിക്കും. ആ കാര്യം ഉറപ്പാ. എന്ന് ശരി, ഞാൻ ഇറങ്ങട്ടെ. വലിയ സന്തോഷത്തിലാ ലക്ഷ്മി. ചേച്ചിയിൽ വന്നിട്ടുള്ള മാറ്റത്തിൽ അവളോളം സന്തോഷിക്കുന്ന മറ്റാരും ഉണ്ടാവില്ല മുത്തശ്ശ. ഇനിയും എത്ര നാൾ കൂടി ചേച്ചിക്ക് ട്രീറ്റ്മെന്റ് വേണ്ടിവരുമെന്നാ ലക്ഷ്മിയുടെ ചോദ്യം. പാവം കുട്ടി, ജീവിതത്തിൽ അല്പം പോലും സ്വാർത്ഥത വെച്ച് പുലർത്താത്ത ജന്മം. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവൻ തന്നെ ദാനമായി നൽകാൻ സന്നദ്ധത കാട്ടിയ പെൺകുട്ടി. കലിയുഗത്തിൽ അപൂർവമായി മാത്രമേ ഇത്തരം ജന്മങ്ങൾ പിറവിയെടുക്കൂ. ഞാനെന്ന് പൂജാമുറിയിൽ കയറിയതിന്റെ പൊരുൾ ഇപ്പോഴെങ്കിലും ഗോവിന്ദന് മനസ്സിലായിട്ടുണ്ടാവും. ലക്ഷ്മിയെ പോലൊരു പെൺകുട്ടി ജീവത്യാഗം ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്തിറങ്ങിയിരിക്കുമ്പോൾ ആ പെൺമനസ് കണ്ടില്ലെന്ന് അടിച്ചാൽ സാക്ഷാൽ നീലകണ്ഠൻ പോലും എന്നോട് പൊറുക്കില്ല. സകല ചൈതന്യവും അവളിൽ കുടികൊള്ളുന്നുണ്ട്. പക്ഷേ സമയപ്രകാരം അവളുടെ ജീവിതത്തിൽ ചില ദുരിതങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.
പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ പരിഹാരമുണ്ടാകും. രാവിലെ ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞ് പോയതാ രണ്ടാളും. കാണാതെ വന്നപ്പോ അന്വേഷിച്ച് ഇറങ്ങിയതാ ഞാൻ. ഞങ്ങൾ കുടുംബക്ഷേത്രത്തിലേക്കാ പോയത്. എന്റെ പറച്ചിൽ കേട്ടോ തോന്നുമല്ലോ, ഞങ്ങൾ തീർത്ഥാടന പോയത്. എന്താ ഇത്ര താമസിച്ച്? ആ ഇങ്ങനെ ഞാൻ ചോദിച്ചതിന് ഇപ്പൊ അച്ഛന്റെ വായിന്ന് കേട്ടതേ ഉള്ളൂ. ഹൽദിക്ക് വേണ്ടി പൂജിക്കാൻ കൊടുത്ത മഞ്ഞള് പൂജ കഴിച്ച് കിട്ടാൻ വൈകിയതാ താമസിക്കാൻ കാരണം. ഓ, മേൽശാന്തി എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരുന്നു. അതൊക്കെ ഇപ്പോഴും പൂജിച്ച് വാങ്ങണോ അമ്മേ? കല്യാണത്തിന് ഇനി സമയമുണ്ടല്ലോ. നിന്റെ ചടങ്ങും വരികയല്ലേ? 3 മാസം ദിനേശേട്ടൻ എന്ത് ആഘോഷം നടത്താൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. വേണ്ടി വന്ന എല്ലാ മാസവും ഞാൻ ആഘോഷിച്ചു വരും. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേടിയാ തോന്നുന്നേ. എന്താ അങ്കിളുടെ പ്ലാൻ? നമ്മുടെ ആഘോഷത്തിന് ദിനേശ് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആരും ക്ഷണിക്കുന്നില്ലേ? ആരും വേണ്ട മോനെ, ഇത് നമ്മൾ മാത്രം ആഘോഷിച്ചാൽ മതി. നീ വിഷമിക്കണ്ട, ദൈവം നമ്മുടെ കുഞ്ഞിന് കൂട്ടായിട്ട് തന്നെ ഉണ്ട്. സുമതി, ആ മഞ്ഞളെടുത്ത് രാജുവിനെ ഏൽപ്പിക്ക്. ഇങ്ങോട്ടോ. നീ ഇത് കൊണ്ടുപോയി പൂജാമുറി വയ്ക്ക്. നാളത്തെ ചടങ്ങിന് കുറച്ചെടുക്കണം. ബാക്കി ഹൽദിക്കുള്ളതാ. അതൊക്കെ അവര് ചെയ്യേണ്ടതല്ലേ, നമ്മൾ എന്തിനാ അതിലൊക്കെ കയറി ഇടപെടുന്നത്? മോൻ പറഞ്ഞത് നേര് തന്നെയാ. പക്ഷേ ഈ കുടുംബത്തിൽ പണ്ടേ ഉള്ളൊരു ആചാരം, നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന പെൺകുട്ടിയുടെ മഞ്ഞൾ കല്യാണത്തിന് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പൂജിച്ച മഞ്ഞൾ വേണമെന്നാ. എന്നിട്ട് ആ ചടങ്ങ് കഴിഞ്ഞാണ് അമ്മ വന്നത്. ദേ, ഇനി അതേ കയറി പിടിക്കണ്ട. തെറ്റുകളെ തിരുത്താനാ നമ്മൾ ശ്രമിക്കേണ്ടത്. സ്വാതിയുടെ ദേഹത്ത് പുരട്ടേണ്ടിയിരുന്ന മഞ്ഞളായത്. മതി മതി, നീ കൂടുതൽ പറയാനൊന്നും നിൽക്കണ്ട. അച്ഛൻ പറഞ്ഞതുപോലെ അങ്ങ് ചെയ്താൽ മതി. ചെല്ലേ. അവൻ പറഞ്ഞാൽ എന്താ തെറ്റ്? തെറ്റുകൾ തിരുത്താനാണ് അമ്മ ശ്രമിക്കുന്നെങ്കിൽ അമ്മ ചെയ്യേണ്ടത് മനസ്സിൽ മറക്കാൻ ശ്രമിക്കുന്ന മുഖങ്ങളെ ആദ്യം ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. സഞ്ജു, അച്ഛ, അവൻ പറഞ്ഞത് കേട്ടില്ലേ അച്ഛ? ശ്രീകുട്ടിയെ മറക്കാൻ എനിക്ക് പറ്റുമോ? അവളൊന്ന് മൂളിയിരുന്നെങ്കിൽ ഞാൻ എതിർത്ത് എന്തെങ്കിലും പറയോ? എന്റെ മോൻ എന്നിൽ നിന്ന് അകന്നു തുടങ്ങിയിരിക്കുന്നു. ശ്രീദേവി അത് കാര്യമാക്കണ്ട. അവനവന്റെ വിഷമം കൊണ്ട് പറഞ്ഞത്. നമ്മളെടുത്ത തീരുമാനമാ ശരി. ഇനി അതിൽ പിടിച്ചൊരു സംസാരം വേണ്ട. ശ്രീകുട്ടിയെ ഓർത്തുള്ള വേദന എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ഈ കുടുംബം നിലനിന്നു പോവണം. നമുക്ക് ശേഷവും സന്തതികൾ ഉണ്ടാവണം. നമ്മുടെ വേദന നമ്മുടേത് മാത്രമാണ്. വരാൻ പോകുന്ന തലമുറ അത് അറിയണം. ഈ വിധി നമ്മൾ അനുസരിച്ചേ തീരൂ. മംഗലശ്ശേരി വീടിന്റെ വിധി നിശ്ചയിക്കാൻ പോകുന്നത് ദക്ഷയല്ല, മറ്റൊരു പെണ്ണുണ്ട്. ഈ വീടിന്റെ ആദ്യത്തെ മരുമകൾ.
ചിരിമുകിലും മറന്നുപോയി മിഴി നിറയുന്നിതാ കനവുകളും പറന്നു ദൂരെ വിട പറയുന്നിതാ പുലരികൾ പൊഴിയവേ രാവായി മാറിയോ ദിനം മൊഴികളാൽ മുറിയവേ താനേ തേങ്ങിയോ മനം നിഴലേ നീ സഞ്ജു, മാത്രം ചിരിമുകിലും മറന്നു നമ്മളെവിടെയാ? മിഴി നിറയുന്നിതാ കനവുകളും പറന്നു ദൂരെ വിട പറയുന്നിതാ അദ്ദേഹം എന്താ ഈ നേരത്തെ വിളിക്കുന്നത്? ദൈവമേ, ചേച്ചിയെ കാണാൻ ഇവിടെ വന്ന് നിൽക്കാണോ? ഹലോ ലച്ചു, എനിക്ക് സ്വാതി ഒന്ന് കാണണം. ഞാൻ നാളെ അങ്ങോട്ട് വരും. ഭാഗ്യം, പുറത്തൊന്നും നിൽക്കുന്നില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എനിക്ക് സ്വാതിയെ കണ്ടേ പറ്റൂ. നിങ്ങൾ വന്ന ചേച്ചിയെ കാണാൻ പറ്റില്ല. ഇപ്പൊ ചികിത്സ നടക്കുന്നത് പഴയ സ്ഥലത്തല്ല, അവിടെ നിന്ന് ചേച്ചിയെ മാറ്റിയിരിക്കുക. എവിടെ ആയാലും എന്താ, എനിക്ക് അവളെ കണ്ടേ പറ്റൂ. നിങ്ങൾ വന്ന അച്ഛനും അമ്മയും കാണും. ഇപ്പൊ തന്നെ സഞ്ജനയുമായുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. നിങ്ങളും സഞ്ജനയും തമ്മിലുള്ള വിവാഹം നടക്കുന്ന കാര്യത്തില് അവർക്കിപ്പോ ഒരു സംശയമില്ല. അത് മാത്രമല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞതൊക്കെ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യം നമുക്ക് മാത്രമേ അറിയൂ. ദയവ് ഇത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ലച്ചു പ്ലീസ്. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്. ഞാൻ ഫോൺ വെക്കാം. ലച്ചു, ഹലോ. പാവം, ഈ സ്നേഹമൊന്നും ചേച്ചി അറിയുന്നു പോലുമില്ല. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നാ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. പെരുവണ്ണാപുരത്തമ്മേ, കനിവ് കാട്ടണേ. എന്താ നോക്കുന്നേ? ദൈവമേ, എനിക്കിങ്ങനെ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം എന്റെ മോള് കാണാനിരിക്കുന്നു. എങ്കിലും ഇതെല്ലാം അല്പം കൂടുതലാ. മാസം 3 കഴിഞ്ഞിരിക്കുന്നു. സൂക്ഷിക്കേണ്ട സമയ കടന്നു പോയത്. വലിയ യാത്രകളൊന്നും വേണ്ടെന്നേ ഡോക്ടർ പറഞ്ഞുള്ളൂ. എന്നുവെച്ച് കടുത്ത പണികളൊന്നും നീ ചെയ്യണ്ട. ഇവിടെ നീ മാത്രമല്ലല്ലോ ഉള്ളത്, ഒരു തമ്പുരാട്ടി കൂടിയില്ലേ. കവിതയ്ക്കും കിച്ചണിൽ കയറാം. കവിതയിച്ച് കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് ദിനേശ് ചേട്ടന് അറിയില്ലേ? മുഴുത്ത അസൂയ. അവളെ അതിൽ വെന്തുരുകുന്ന എനിക്കൊന്ന് കാണണം. ഫംഗ്ഷൻ നടക്കുമ്പോൾ നീ നോക്കിക്കോ, അവളിവിടെ ഉണ്ടാവില്ല. പാമ്പിന്റെ വിഷം അവൾക്ക്. ആ, അമ്മുനെ ഇതുവരെ ഫോണിൽ കിട്ടിയില്ല. വല്ലിച്ചിയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. ഞാൻ ഈ വാർത്ത അറിഞ്ഞ ഉടനെ അമ്മുനെ വിളിക്കുക. രാത്രിയായില്ലേ, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഏയ്, എന്തായി കാണിക്കുന്നേ? സൂക്ഷിച്ച്. ദിനേശന്റെ ഒരു കാര്യം. ഇതൊക്കെ എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചെയ്യുന്നതല്ലേ. എനിക്കറിയില്ലേ, നിങ്ങൾ ആണുങ്ങൾക്ക് ഭാര്യയോട് കളങ്കമില്ലാത്ത സ്നേഹം വരുന്നത് അവൾ ഗർഭിണിയാവുമ്പോഴാ. കുഞ്ഞിനെ പ്രസവിച്ച് കിട്ടിയ അതുവരെയുള്ള സ്നേഹവും തീർന്നു കിട്ടും.
വിനിഷേട്ടാ ഇങ്ങുണ്ട്. കാവേരി ചേച്ചി, എന്റെ അമ്മു എത്ര നേരമായി വിളിക്കുന്നു. ഫോണ് മുറിയിലായിരുന്നു, വെല്ലി താഴ്ത്തി വെച്ചിരിക്കായിരുന്നു. പിന്നെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലോ. മോളെ, അതിനേക്കാൾ വലിയൊരു വിശേഷം പറയാനാ ഞാൻ വിളിച്ചത്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു. എനിക്ക് വിശേഷമുണ്ട് മോളെ. ഇത് സന്തോഷ വാർത്തയാണല്ലോ കാവേരി ചേച്ചി. പെരുവണ്ണാപുരത്ത് അമ്മയുടെ മുന്നിൽ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ച അമ്മയെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. ഞങ്ങളെ അവിടെ എത്തിച്ചത് അമ്മുവല്ലേ? കാവേരി ചേച്ചിയുടെ നല്ല മനസ്സാ ദേവി കണ്ടത്. കാവേരി ചേച്ചിയെ കണ്ട് ഈ സന്തോഷം പങ്കിടാൻ കഴിയാതെ പോയതിന്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ. 3 മാസമായിട്ടാ അമ്മു ഞങ്ങൾ വിവരം അറിഞ്ഞത്. അമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോ തന്നെ എന്റെ വയറ്റിൽ എന്റെ കുഞ്ഞ് പിറന്നു കഴിഞ്ഞിരുന്നു. ഞാനതറിയാതെ പോയി. നാളെ അതിന്റെ ഒരു ആഘോഷം പ്ലാൻ ചെയ്തിരിക്കുക ദിനേശേട്ടൻ. ആര് വന്നില്ലെങ്കിലും അമ്മ നാളെ ഇങ്ങോട്ട് വരണം. ഞാൻ എങ്ങനെ വരാനാ കാവേരി ചേച്ചി? ചേച്ചിയുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. സഹായത്തിന് കൂടെ ഞാൻ വേണം. പിന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. ഒരിക്കൽ ഞാൻ വന്നപ്പോ ഉണ്ടായ അനുഭവം കാവേരി ചേച്ചിയോട് ദിനേശേട്ടൻ പറഞ്ഞില്ലേ? ഇപ്പൊ ചടങ്ങ് നടക്കട്ടെ, എന്റെ പ്രാർത്ഥനയുണ്ടാവും. അമ്മു അങ്ങനെ പറയരുത്. കവിതേച്ചി എന്റെ കുഞ്ഞിന്റെ ആയുസിനെ പറ്റി ചിലതൊക്കെ പറഞ്ഞു. അത് കേട്ടത് മുതല് ഞാൻ വലിയ പേടിയിലും സങ്കടത്തിലുമാണ്. അമ്മ വന്ന് എന്റെ മുഖത്ത് മഞ്ഞൾ തൊട്ട് കഴിഞ്ഞാ എനിക്ക് നല്ല ധൈര്യം കിട്ടും. അമ്മ ഒന്ന് വന്നിട്ട് പോ മോളെ. മനസ്സിനൊരു ഉറപ്പുമില്ലാഞ്ഞിട്ടാ കാവേരിച്ച് നിന്നെ വിളിക്കുന്നേ. എന്റെ ദിനേശേട്ടന്റെ ധൈര്യം നീ അമ്മു. ഞാൻ വന്ന പിന്നെ എല്ലാരും കാണില്ലേ? പിന്നെ എവിടെയാ ചേച്ചി ഉള്ളതെന്നും ചേച്ചിയുടെ ചികിത്സയെ പറ്റിയൊക്കെ പറയേണ്ടി വരും. അച്ഛനും അമ്മയും ഇപ്പോഴും എവിടെയാ ഉള്ളതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കവിടെ വന്നിട്ട് ആരോടും കള്ളം പറയാൻ പറ്റില്ല. അതല്ലാതെ യാത്ര ചെയ്ത് വരാൻ മടിച്ചിട്ടൊന്നുമല്ല. കാവേരി ചേച്ചിയെ കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ? അമ്മു പിന്നിലെ ഗേറ്റിന്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ചാ മതി. പിന്നാമ്പുറത്ത് വെച്ച് നമുക്ക് കാണാം. അമ്മ എന്നെ തൊട്ടിട്ട് വേഗം പൊയ്ക്കോ. ശരി, ഞാൻ വരാം. കാവേരി ചേച്ചി ഇത് ദിനേശ്വരനോട് പോലും പറയരുത്. ആരും കാണാതെ നിന്നെ തിരിച്ചയക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ശരി, എന്തായാലും വരാം. അമ്മു വരൂ മോളെ. അവൾക്ക് വരാതിരിക്കാനാവില്ല. ദിനേശേട്ടൻ പോലും അറിയരുതെന്ന് അവൾ പറഞ്ഞ സ്ഥിതിക്ക് ദിനേശേട്ടൻ പുറത്ത് വരരുത്. അമ്മു ഒന്ന് വന്ന് പോയാ മതി എനിക്ക്. അമ്മേ, ആ ലിച്ചു, നീ ഇന്ന് ധ്യാന മണ്ഡപത്തിലേക്ക് പോയില്ലേ മോളെ? പോയമ്മേ, ഞാൻ എവിടുന്ന് വരിക? നിന്റെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം കാണുന്നുണ്ടല്ലോ. എന്താ ശ്രീകുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് മൂസ് വല്ലതും പറഞ്ഞോ? ചേച്ചിയുടെ കാര്യത്തെക്കുറിച്ചോർത്ത് അമ്മ ഇനി വിഷമിക്കണ്ട. അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. ഇതൊന്നുമല്ല, വേറൊരു വിശേഷമുണ്ട്. വേറൊരു വിശേഷോ? അതെന്താ? അത് കാവേരി ചേച്ചി അമ്മയെ വിളിച്ചിരുന്നോ? കാവേരിയോ? എന്നെ അവള് വിളിച്ചില്ലല്ലോ. എന്നെ ചേച്ചി വിളിച്ചിരുന്നു. ചേച്ചിക്കാ വിശേഷമുള്ളത്. ചേച്ചി ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ. ചേച്ചി ഇപ്പൊ 3 മാസം ഗർഭിണിയാ. അയ്യോ, അവര് പറഞ്ഞേ ഉള്ളൂ. അമ്മയ്ക്കിപ്പൊ സന്തോഷായോ? സന്തോഷമായി മോളെ. എത്ര കാലമായിട്ട് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാ അത്.
ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരില് അവൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അന്നൊക്കെ ദിനേശൻ വളരെ ക്രൂരമായിട്ട് അവളോട് പെരുമാറിയിരുന്നത്. കുറച്ച് വൈകിയാണെങ്കിലും അവളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടല്ലോ. കാവേരി ചേച്ചി എന്നെ അവിടേക്ക് ക്ഷണിച്ചിരിക്കാം. നാളെ നടക്കുന്ന ചേച്ചിയുടെ ചടങ്ങിന്. അവള് നിന്നെ ക്ഷണിച്ചോ? അതെ അമ്മേ, ഞാൻ ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിച്ചതാ. പക്ഷേ ചേച്ചിക്ക് ഒരേ നിർബന്ധം, ഞാൻ ചെന്നേ തീരൂന്ന്. അല്ല, ഇത്രയും ദൂരം നീ എങ്ങനെ ഒറ്റയ്ക്ക് പോവാ? ചെന്നാ തന്നെ ഇനി മറ്റാരെങ്കിലും കണ്ടാലോ? നമ്മൾ എവിടെയാണെന്ന് അവരെല്ലാം ചോദിക്കില്ലേ?